ജർമ്മൻ ഷെപ്പേർഡ് നായകളുടെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ജർമ്മൻ ഷെപ്പേർഡ് നായകൾ ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തി? നമുക്ക് ആ പേര് കേൾക്കുമ്പോഴത്തേക്കിനും അറിയാം ഇതൊരു പുറം നാട്ടിൽ നിന്ന് വന്നൊരു നായയാണെന്ന് നമുക്കറിയാം. അപ്പം അവയുടെ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു? ഈ ചോദ്യത്തിന് രണ്ട് മുഖ്യമായിട്ടുള്ള കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ് ചരിത്രം, പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഇന്ത്യയിൽ എങ്ങനെ വന്നു എന്നുള്ളത്. അത് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ആദ്യമേ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1890കളിലാണ് ഈ ബ്രീഡിനെ ഒരു ജർമ്മൻ കാവലറി ഓഫീസറായിട്ടുള്ള മാക്സ് ഫോൺ സ്റ്റെഫാനിസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. 1890 എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനന്ന് 25 വയസ്സായിരിക്കണം. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ബ്രീഡ് ചെയ്തതെങ്കിലും 1899 ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു യൂണിയൻ ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങി ഇവർ ഔദ്യോഗികമായിട്ടൊരു ക്ലബിന് രൂപകൽപ്പന കൊടുക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 11ഓളം കൂട്ടുകാരും ചേർന്നിട്ടാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ് യൂണിയൻ രൂപകൽപ്പന ചെയ്തത്. ആ കൂട്ടത്തിൽ ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, ഫാക്ടറി ഓണേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ചേർന്നിട്ട് ഒരു 10-11ഓളം ആൾക്കാർ ചേർന്നിട്ടാണ് ജർമ്മൻ ഷെപ്പേർഡ് യൂണിയൻ ആദ്യമായിട്ട് രൂപകൽപ്പന കൊടുത്തത്. രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ, അങ്ങനെ ഒരു യൂണിയൻ ഉണ്ടാക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ദർശനങ്ങൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു. ഒരു ഡോഗ് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ പർപ്പസ് എന്താണ്, വളരെ സയൻറ്റിഫിക്കായിട്ടും വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു രൂപരേഖ അവരുടെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ചു. ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് അനുസരിച്ച് ജർമ്മൻ ഷെപ്പേർഡ് മാറി. ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ ദർശനങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെ രീതികളനുസരിച്ച് ജർമ്മൻ ഷെപ്പേർഡിന് മാറ്റങ്ങളുണ്ടായി. വളരെ രസകരമാണ്. കാരണം ജർമ്മനി പണ്ട് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും ഉണ്ടായിരുന്നു, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും ഉണ്ടായിരുന്നു. ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലെ ഡോഗ് ഒരു തരത്തിലായി, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലെ ഡോഗ് വേറെ തരത്തിലായി. കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലെ ഡോഗ് എന്താണെന്ന് പറഞ്ഞാൽ അതിനെ പ്രൊട്ടക്ഷൻ വർക്ക്, അല്ലെങ്കിൽ അത് എന്താണ് ഔട്ട്പുട്ട് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ഡോഗായിട്ട് മാറിയപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിന് കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടായി ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലെ ജർമ്മൻ ഷെപ്പേർഡിന്. അത്തരത്തിലുള്ള പല ഈ ജിയോ പൊളിറ്റിക്കൽ കാലാവസ്ഥ, അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ജർമ്മൻ ഷെപ്പേർഡിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഫൗണ്ടർ ഫാദർ, അതായത് മാക്സ് ഫോം സ്റ്റെഫാനിസ് രൂപകൽപ്പന ചെയ്ത, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത ജർമ്മൻ ഷെപ്പേർഡിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ ജർമ്മൻ ഷെപ്പേർഡിലുണ്ട്. ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്നുണ്ടായത് പെറ്റുപെരുകിയതാണ് ഇന്നത്തെ മനുഷ്യ വംശാവലി എന്ന് പറയും പോലെ ജർമ്മൻ ഷെപ്പേർഡിനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ഒരുപിടി ഡോഗ്സിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ കാലക്രമേണ അത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ 8000 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ വളരെ കറുത്ത ആൾക്കാരായിരുന്നു എന്ന് ഇടയ്ക്ക് കേട്ടു, എവിടെയോ വായിച്ചു. പിന്നെ കാലാവസ്ഥ മാറിയതനുസരിച്ചാണ് അവിടുത്തെ സൺലൈറ്റിൻ്റെ അഭാവം കൊണ്ടും മറ്റ് പല ഘടകങ്ങൾ കൊണ്ടും ഈ വളരെ പൂച്ചക്കണ്ണുള്ള വെളുത്ത ആൾക്കാരായി മാറി. അവരുടെ അല്ലെങ്കിൽ ചില ഘടകങ്ങളുടെ കുറവ് കൊണ്ട് അവരിങ്ങനെ വളരെ വെളുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിനും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൽ ചെക്ക് ഡോഗ്സ്, അല്ലെങ്കിൽ ഈസ്റ്റ് ജർമ്മൻ ഡോഗ്സിനൊക്കെ പ്രൊട്ടക്ഷൻ വർക്ക്, കാരണം ആ ബ്ലോക്ക് ഒരു സോവിയറ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലെ ഡോഗ്സിന് അവരുടെ ദർശനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ഡോഗിനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാവണം, കൃത്യമായിട്ട് അതിൻ്റെ ജോലി അത് ചെയ്തിരിക്കണം, ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് വന്ന് അതൊരു വർക്കിംഗ് ക്ലാസ് എന്ന് തന്നെ ആ ലെവലിൽ വന്നു. അപ്പോൾ ഈ മറ്റുള്ള ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലാണ് ഡോഗ്സിനാണെങ്കിൽ അതിനും വർക്കബിലിറ്റിക്ക് കുറവൊന്നുമില്ല, അതിനും ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ കുറച്ചൊരു സൗന്ദര്യത്തിന് കൂടെ പ്രാധാന്യം കൊടുത്തു, ഒരു ഫാൻസി സൗന്ദര്യത്തിന് കൂടെ പ്രാധാന്യം കൊടുത്തു. ജർമ്മൻ ഷെപ്പേർഡ് നായകൾ ഏതൊക്കെ തരം, അല്ലെങ്കിൽ എത്ര ടൈപ്സ് നായകളുണ്ടായിരിക്കും ലോകത്ത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരം നായകൾ അവൈലബിൾ ആണ്? ഏകദേശം 5ഓളം ടൈപ്പ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജർമ്മൻ ഷെപ്പേർഡ് ഷോ ലൈനുണ്ട്, വർക്കിംഗ് ലൈനുണ്ട്, നോർത്ത് അമേരിക്കൻ ഷോ ലൈൻസ് ഉണ്ട്, പിന്നെ ഈസ്റ്റ് ജർമ്മൻ ഡോഗ്സ് ഉണ്ട്, ചെക്ക് ഡോഗ്സ് ഉണ്ട്, ചൈനീസ് GSDs ഉണ്ട്, കിങ് GSDs ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ പലതരത്തിലുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി പലതരത്തിലുള്ള ഡോഗ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ജർമ്മൻ ഷോ ലൈൻസാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതാണ്.